ഈ മാധവിക്കുട്ടിയിൽ നിന്ന് കിട്ടിയതാണ് പ്രണയമെന്ന് ചെന്ന പുരുഷന്മാരൊക്കെ ധരിച്ചു. ഈ ചെന്നവരിൽ നിന്നും ഒന്നും മാധവിക്കുട്ടി പ്രതീക്ഷിച്ചത് ഇതല്ല. അങ്ങനെ പോയ യാത്രയാണ്. ഇതിൽ ഈ ട്രാപ്പിനെ കുറിച്ച് ഇപ്പോൾ ഈ മാധവിക്കുട്ടി നേരിട്ട ഏറ്റവും വലിയ ചതിയെക്കുറിച്ചാണ് എൻ്റെ ഉത്കണ്ഠ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു പക്ഷേ സമാനതകളില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയായൊരു സ്ത്രീ, അതുകൊണ്ട് മാത്രം മലയാളത്തിനും ഇംഗ്ലീഷിനും കിട്ടിയ വലിയ വരദാനം പോലുള്ള എഴുത്ത്, ഇതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മാഷിനും വല്ല ഡിഫമേഷൻ നോട്ടീസോ കേസോ വല്ലതൊക്കെ വന്നിരുന്നോ? ഇല്ല സാർ, അത് ഞാൻ പറയാം. എനിക്ക് രണ്ട് കാര്യം. ഞാനത് പറയാൻ തുടങ്ങിയത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വല്ലാത്ത ആശങ്കയുണ്ട്. ഇത് സമദാനിയാണ് എന്ന് കാണാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്, പേഴ്സണാലിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, രാജ്യസഭാ അംഗമാണ്, 2 ഭാര്യമാരുണ്ട്, ഇക്ബാലിൻ്റെ ഫാനാണ്, മതപ്രഭാഷകനാണ്. ഇതായ സമദാനി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പേരച്ചടിച്ചിരിക്കുന്നത് സാദിഖ് അലിയാണ്. ഞാൻ വിട്ടുപോയി. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, ബുദ്ധിജീവികളുടെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എല്ലാവരും പല കാരണങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. സാർ നേരത്തെ അവരോ മരിച്ചുപോയി, അത് അവരുടെ പേഴ്സണലായ കാര്യമല്ലേ, നമ്മളെന്തിനാ അതിനെ ഇടപെടാൻ പോകും? വേറൊരു കൂട്ടർ രാഷ്ട്രീയമായിട്ട് അതിനെ കണ്ടത് ഇസ്ലാമിലേക്ക് വലിയ ആവേശപൂർവ്വം വന്ന അത് ആഘോഷപൂർവ്വം മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുത്തതാണ്. ഇനി അവരെ നമ്മളും വഷളാക്കുന്ന മട്ടിൽ അത് ചതിയായിരുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ട. വേറൊരു ജീനിയസ് എന്നോട് പറഞ്ഞത്, ഇതിൽ യഥാർത്ഥ പ്രതിയായി, ആ പുസ്തകമാണ് നമ്മൾ ആസ്വദിക്കുന്നതെങ്കിൽ യഥാർത്ഥ പ്രതിയായി വരിക മാതൃഭൂമിയാണ്, MD നാലപ്പാടൊക്കെയാണ്. എൻ്റെ ഭീരുക്കളായ മക്കളാണ് എൻ്റെ അന്തസ്സ് കെടുത്തിയതെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അവസാനം അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുക, എനിക്ക് എൻ്റെ കണ്ണൻ മതി, ശ്രീകൃഷ്ണ സ്തോത്രം വായിക്കാൻ വേണ്ടി ഇവിടുന്ന് ലീലാമേനോനെയും വിജയലക്ഷ്മിയെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാര്യയും വിളിച്ചു വരുത്തി പൂനെയിലേക്ക്. ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരെ തിരിച്ച് പർദ്ദ വലിച്ചു കീറിയിട്ട് ഈ ശ്രീകൃഷ്ണ സ്തോത്രം ഒക്കെ ചൊല്ലി തുടങ്ങിയ ആളെ തിരിച്ചു കൊണ്ടുപോയി പർദ്ദ വീണ്ടും ഇട്ട് മൂടിച്ചിട്ട്, അമ്മേ, ഇസ്ലാമിൽ നിന്ന് ഹിന്ദു മതത്തിൽ നിന്ന് അങ്ങേക്ക് ഇസ്ലാമിലേക്ക് മാറാം, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോന്നാൽ ഞങ്ങൾക്ക് പോലും ജീവൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കൾ പറയുന്നുണ്ട്, പുസ്തകം പറയുന്നുണ്ട്. അതാരെ MD നാലപ്പാട് പറയുന്നു? MD നാലപ്പാടാണ് നേരിട്ട് പറയുന്നത്. MD നാലപ്പാടിൻ്റെ പങ്ക് വളരെ കൂടുതലാണ്. ഇതാണ് എന്നോട് മലയാളത്തിലെ വലിയൊരു ജീനിയസ് പറഞ്ഞത്. അദ്ദേഹം മലയാളത്തിൽ അവസാനമായി മാധവിക്കുട്ടി ഇവിടുന്ന് പൂനെക്ക് പോകുന്നതിന് മുമ്പ് അവസാനത്തെ ഇൻ്റർവ്യൂ ഭാഷാഭൂഷണിക്ക് വേണ്ടി ചെയ്തത് അദ്ദേഹമാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞു, അത് ഗംഭീര സാധനമാണ് കേട്ടോ, അവനെ വിട്ടാൽ പറ്റില്ല. മാധവിക്കുട്ടി എല്ലാവരോടും പറയുന്ന പോലെ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എഴുതി വന്നപ്പോൾ ഇതൊന്നുമില്ല. ഞാൻ ചോദിച്ചു, സാറേ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഓർത്തു നോക്കുമ്പോൾ എനിക്കും മാതൃഭൂമിയുടെ ചോറ് വളരെ പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാതൃഭൂമിയായിട്ട് പഴയ ലിങ്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പലർക്കും പല ഇഷ്യൂ. അപ്പോൾ ഒടുവിൽ ആ സമയത്ത് എന്നെ രക്ഷിച്ച ഒരാളെക്കുറിച്ചാണ് ഈ സമയത്ത് ഓർക്കേണ്ടത്. തൃശ്ശൂരിൽ ഗ്രീൻ ബുക്സ് ഉണ്ട്, സാറിന് അറിയായിരിക്കും. ഗ്രീൻ ബുക്സിൻ്റെ മാനേജർ ഒരു NRI ആയിരുന്നു, കൃഷ്ണദാസ് സാർ എന്ന് പറയും. ദുബായ് പുഴ എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള വെറും കച്ചവടക്കാരനല്ല, നല്ല അക്ഷരസ്നേഹിയാണ്. അദ്ദേഹം ഗ്രീൻ ബുക്സ് തുടങ്ങിയ ആ സമയത്താണ്. അദ്ദേഹം ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തു, പ്രസിദ്ധീകരിച്ചു മലയാളത്തിൽ. സന്തോഷമായി. അപ്പോൾ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു പബ്ലിഷറും ചെയ്യാൻ കാണിക്കാത്ത അപാരമായ ധൈര്യം അദ്ദേഹം കാണിച്ചു. എൻ്റെയും ഈ പുസ്തകം വായിക്കുന്ന ആരുടെയും ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം അദ്ദേഹം അടയാളപ്പെടുത്തി. എങ്ങനെയെന്നറിയോ? സാദിഖ് അലി എന്ന പേര് ആദ്യത്തെ പേജിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് സമദാനിയുടെ പടം കൊടുത്തു. അന്നാണ് സത്യത്തിൽ AP അഹമ്മദ് മാഷ് അല്ല ഈ വിഷയം ഉന്നയിക്കുന്നത്, കൃഷ്ണദാസ് സാറാണ്. കൃഷ്ണദാസ് സാർ അത് ചെയ്തതോടെ ഞാൻ തീരുമാനിച്ചു, ഇനി നമുക്ക് പ്രൂഫ് ഉണ്ടല്ലോ കയ്യിൽ, എവിഡൻസ് ഉണ്ടല്ലോ കയ്യിൽ. പിന്നെ ഞാൻ കിട്ടിയ വേദികൾ പറയാൻ തുടങ്ങി. 4-5 കൊല്ലം വളരെ കാലം മുമ്പാണ് പറഞ്ഞു തുടങ്ങിയപ്പോൾ. ചെറിയൊരു യോഗത്തിലാണ് ആദ്യം പറഞ്ഞത്, സ്വതന്ത്ര ലോകത്തിൻ്റെ മറ്റൊരു യോഗത്തിൽ. മതപരിവർത്തനം, മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞ എന്തൊരു സെമിനാറാണ്. ഞാൻ പറഞ്ഞു, മതപരിവർത്തനത്തിൻ്റെ ഒരു ആഗോള മാഫിയയെ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് സമദാനിയാണ്. പേര് പറഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞു, ഈ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് ഞാൻ പറഞ്ഞു. അന്നാണത് പറയാൻ പറ്റിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുള്ളതാണ് അതിൻ്റെ ട്രിബ്യൂട്ട്, ആ പുസ്തകത്തിൻ്റെ. അപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സാറ് ചോദിച്ച ചോദ്യം ഞാൻ പറയാം. ആ പുസ്തകം വന്ന കാലം തൊട്ട് ആദ്യം യൂട്യൂബിൽ വന്നു, പിന്നീട് അത് കുറേ കഴിഞ്ഞപ്പോൾ ചാനലുകളൊക്കെ എടുത്ത് പിടിച്ചു, ജനം TV മറ്റേലും ജയ് ഹിന്ദും പലരും കൊടുത്തിരുന്നത്. പിന്നെ എന്നെ ഇൻ്റർവ്യൂ ചർച്ചയൊക്കെ വിളിച്ചു, ഞാൻ പോയി ഇടപെട്ടു. സാർ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓൺ ചെയ്യുന്നു. ഞാൻ പറഞ്ഞൊരു വാക്ക് പോലും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല, ഉള്ള തെളിവ് വെച്ചാണ് പറഞ്ഞത്. ആ അക്ഷരത്തിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് എല്ലാ ആഴ്ചയും വിളിക്കുമായിരുന്നു, മാഷിക്ക് എന്തെങ്കിലും ഭീഷണി. സാറ് ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കൊല്ലത്തോളം വിളിച്ചുകൊണ്ടിരുന്നു. ഇല്ല, ഒരു ഇല്ലാത്ത ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും
ആളാവേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. ഇത് മാത്രമല്ല, ഇത് ഞാൻ പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്നു. ഞാൻ സമദാനിയുടെ വീട് നിൽക്കുന്ന കോട്ടക്കൽ പോയി പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടും ആളുകൾക്ക് ഇത് എന്നോടും പകരം എനിക്ക് കുറേ കോംപ്ലിമെൻ്ററി കോൾസാണ് കിട്ടിയത്. സെക്കുലറായ ആളുകൾ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും വിളിച്ചു, മാഷേ അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. പല മുസ്ലിം സംഘടനകളുടെയും നേതാക്കന്മാരും പലരും പറഞ്ഞു. അതുകൊണ്ട് കോംപ്ലിമെൻ്ററി കോൾസേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു സങ്കടം കൂടി സാറിനോട് ഞാൻ ചേർത്ത് പറയാം. സാറും സങ്കടപ്പെടരുത്, അതുകൊണ്ട് പറയാണ്. ഒരു ദിവസം എന്നെ കൃഷ്ണദാസ് സാർ വിളിക്കുന്നു. അപ്പം ഞാൻ അപ്പോഴേക്ക് ഈ പുസ്തകത്തെ മുൻനിർത്തിയിട്ട് കേരളമാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ ഈ പുസ്തകത്തിൻ്റെ 5000 കോപ്പി അടിച്ചിറക്കിയ കോപ്പി ഒരു 3-ാം ദിവസം കാണാനില്ല, മുഴുവൻ തീർന്നു, വിറ്റടിച്ച്. അപ്പോൾ അതിൻ്റെ കളി വേറെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാസേട്ടാ അത് കളി വേറെ ആയിരിക്കും, അതൊക്കെ ചെയ്തിട്ടുണ്ട് സാറേ, എന്തൊക്കെ കളികൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അടുത്ത എഡിഷൻ 20,000 കോപ്പി ഇറക്കി, മാർക്കറ്റിൽ ലഭ്യമാക്കി സാധനം. കൃഷ്ണദാസ് സാർ ഭയങ്കര വിപ്ലവകാരിയായിരുന്നു ആ കാര്യത്തിൽ. അദ്ദേഹത്തെയൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു, സാറേ നിവൃത്തികേട് കൊണ്ടായിരിക്കും അയാൾ അപ്പോൾ ഞാൻ ഉന്നയിക്കുന്നത് ഈ പുസ്തകം കാണിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സാറൊന്ന് എന്നോട് ചോദിച്ചു, മാഷൊന്ന് വരുമോ? ഞാൻ പറഞ്ഞു വരാം, എനിക്ക് ആ നോട്ടീസ് ഒന്ന് കാണണം. അപ്പോൾ എന്നോട് പറഞ്ഞില്ല എന്താ നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചെന്നു. അപ്പോൾ ആ നോട്ടീസ് കണ്ടു. ആ നോട്ടീസിൻ്റെ ലെറ്റർ ഹെഡ് കണ്ടപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ഈ ഇഷ്യൂവിൽ ഇടപെട്ടതിൽ എനിക്കൊരു സങ്കടം തോന്നിയത്. ആ ലെറ്റർ ഹെഡ് ആരുടേതാണെന്നറിയോ? അത് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെയായിരുന്നു. സമദാനിക്ക് ഈ കേസിലെ വക്കീൽ PS ശ്രീധരൻപിള്ളയായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മാഫിയയിൽ ആരൊക്കെ ഉണ്ടെന്ന്. ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു സെമിനാറിന് സാക്ഷാൽ ശശികല ടീച്ചർ വിളിച്ചിട്ട് ഒരു സെമിനാറിന് പോയി പങ്കെടുത്തതിനാണ് എന്നെ യുവകലാ സാഹിത്യത്തിൽ നിന്ന് പുറത്താക്കിയത്. ആ സെമിനാറിലും ഞാൻ പറഞ്ഞു, താലിബാനിസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, താലിബാനിസത്തിൻ്റെ ഏജൻറ്റുമാർ നമ്മുടെയൊക്കെ അടുക്കളയിലുണ്ടോ, സൂക്ഷിക്കണം ടീച്ചറെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ടീച്ചറോട് പറഞ്ഞു. അത് പറഞ്ഞതിന് എന്നെ പുറത്താക്കുകയും ചെയ്തു. അത് വേറെ തമാശ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ തമ്മിൽ എന്തോ ആയിക്കോട്ടെ, ഈ വക്കീൽ നോട്ടീസിനെ ചൊല്ലിയും ഈ പ്രശ്നമൊക്കെ ആയിട്ട് ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അയാൾക്കും പോയി ഈ വക്കീൽ നോട്ടീസ്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഡിഫമേഷൻ. ഇദ്ദേഹം കൊടുത്തതും ശ്രീധരൻപിള്ള. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വിദ്വാനെ എനിക്കറിയാം. ശരി. അയാൾ ചെറുതായിട്ടൊന്ന് സംശയിച്ചു, എന്താ ചെയ്യുക. എന്നെ വിളിച്ചു, സാറേ ഇന്നമാതിരിയാണ്, വക്കീൽ നോട്ടീസ് അയക്കുകയോ അതോ നോട്ടീസ് അയക്കാൻ പോകുമെന്ന് പറയുമോ, അങ്ങനെ എന്തോ ഉണ്ടായി. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയും, നിങ്ങൾ വക്കീൽ നോട്ടീസ് ഫേസ്ബുക്ക് പോസ്റ്റൊന്നും പിൻവലിക്കേണ്ട. നിങ്ങളെ വിളിച്ച ആളിനോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ വക്കീൽ TG മോഹൻദാസാണ്, വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്തോളാൻ പറയുക. അടങ്ങിയിട്ടുണ്ടാവും. 4-5 ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ അയാളെ വിളിച്ചു, എന്താ ചോദിച്ചു. സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അത് മതി, എൻ്റെ പേര് മതി. ഇത് ഇവരൊക്കെ തമ്മിൽ ഈ ഞാൻ പറഞ്ഞില്ലേ, അല്ല എനിക്ക് വേണമെങ്കിൽ ഈ ശ്രീധരൻപിള്ളയോട് എനിക്കിത് ചോദിക്കാം, എന്താ വക്കീൽ സാറേ ഇത് ചെയ്യാൻ കാര്യം. പക്ഷേ അതിന് പ്രൊഫഷണൽ റീസൺ പറഞ്ഞാൽ എനിക്കൊരു മറുപടി ഉണ്ടാവില്ല. ഒരാൾ പ്രാക്ടീസിങ് വക്കീലാണ്, ഒരാൾ വന്നിട്ട് ഇന്ന മാതിരിയാണ് എനിക്ക് ഡിഫമേഷൻ. ശരിയാണ് സാറേ, പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഡിഫമേഷൻ സ്യൂട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. നോട്ടീസ് അയക്കാതെ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്പർ 2, ഇപ്പം മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാറ് നോക്കുന്നില്ല, ഈ വക്കീലന്മാരെ നിയന്ത്രിക്കുന്നത് അഡ്വക്കേറ്റ്സ് ആക്റ്റാണ്. അഡ്വക്കേറ്റ്സ് ആക്റ്റിൽ എനിക്ക് തോന്നുന്നു സെക്ഷൻ 25 മറ്റോ വെച്ചിട്ട് ഒരു കേസ് നിരസിക്കാൻ പാടില്ല എന്നാണ്. ഡോക്ടർ ചികിത്സ നിഷേധിക്കുന്ന പോലെയാണ് വക്കീൽ കേസ് നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് സാറ് നോക്കും, പേരുകേട്ട വക്കീലന്മാരില്ല, കൊച്ചു വക്കീലന്മാരെന്തെങ്കിലും പറയുന്നുണ്ടാവും, ഒരുമാതിരിപ്പെട്ട വക്കീലന്മാരെല്ലാം സാറിനോട് പറയും, ഞാൻ കുറച്ച് ബിസിയാണല്ലോ, താമസിക്കും, ഒരു കാര്യം ചെയ്യും, ജോർജ് വക്കീലുണ്ട്, ഞാൻ പറഞ്ഞോളാം, ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് സാറിന് സൂത്രത്തിൽ പറഞ്ഞു വിടും. ഇത് ഇയാൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ബാർ കൗൺസിൽ പരാതി കൊടുക്കും. അങ്ങനെ ഒരു കെണിയുണ്ട്. ഇതാണ് ഈ പ്രൊഫഷൻ. അപ്പോൾ സാങ്കേതികമായിട്ട് പറഞ്ഞു വിടാൻ പാടില്ല, കുറ്റകരമാണല്ലേ പ്രൊഫഷണലി. അത് കുറ്റകരം ഇതില്ല, ശിക്ഷയൊന്നുമില്ല. ബാർ കൗൺസിൽ ഇയാളെ ശാസിക്കുകയും എന്തൊക്കെയോ നടപടികൾ എടുക്കുകയും ചെയ്യും. ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച നടപടിയാണ്, പക്ഷേ നടപടി ഉണ്ട്. അതിന്
അതിങ്ങനെ കണ്ടിട്ടാണ് ഇവർ ഈ ഡോക്ടർമാരെ പോലെ ഒരു പ്രൊഫഷനാണ് വക്കീലിൻ്റെ. ഡോക്ടർമാർ ശരീരത്തിൻ്റെ രക്ഷ നോക്കുകയാണ്, വക്കീലന്മാർ ഈ മാനം അടിതട ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കേസെടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മനുഷ്യനോട് പോവും. അപ്പോൾ അതുകൊണ്ട് കേസ് നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പം പലരും ഇങ്ങനെ ചീത്തയൊക്കെ പറയാറുണ്ട്. ഈ അഡ്വക്കേറ്റ് ആളൂരിനെ ഗോവിന്ദച്ചാമിയുടെ വക്കീലായി, അഷ്ഫാഖ് കാലത്തിന് വക്കീലായി എന്നൊക്കെ പറഞ്ഞ്, ഇത് വക്കീലായില്ലെങ്കിൽ കോടതി ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും. വക്കീലിൻ്റെ ഡ്യൂട്ടിയാണത്. യു ഹാവ് ടു അപ്പിയർ. ഡോക്ടർക്ക് ചികിത്സ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ BJP കാരനാണ്, ഇവനെ ഞാൻ ചികിത്സിക്കില്ല എന്ന് പറയാൻ ഒരു ഡോക്ടർക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഇതാണ് ഇതിനകത്തെ ഒരു കെണി. അതുകൊണ്ട് ഞാൻ ശ്രീധരൻ പിള്ളയെ വിളിച്ചില്ല, അദ്ദേഹം എന്നെയും വിളിച്ചില്ല. ഈ ഉടക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കാര്യം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ബിക്കോസ് വി നോ വാട്ട് ഈസ് ഗോയിങ്. അതെ അതെ അതെ. നമുക്ക് താല്പര്യമുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുക, ഇതിനകത്ത് മുസ്ലിം ലീഗിൽ ധാരാളം വക്കീൽ, ഈ ഹിംസെൽഫ് സമദാനി തന്നെയും വക്കീലാണ്, LLB എടുത്തിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും ഈവനിങ് പോയിട്ട്. ഒരുപാട് വക്കീലന്മാർ, പ്രശസ്തരായ വക്കീലന്മാർ മുഴുവൻ മുസ്ലിം ലീഗിലുണ്ട്. ഇനി മുസ്ലിം ലോയേഴ്സ് എന്ന രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവർ, ഫ്രീ ആയിട്ട് വാദിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ ഒന്നും ഇദ്ദേഹം സമീപിച്ചില്ല. എന്തുകൊണ്ട് ഈ ഇദ്ദേഹം ശ്രീധരൻ പിള്ളയെ തന്നെ സമീപിക്കുന്നു? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലീല മേനോൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണ് കൈരളി TV നിന്ന് പിൻവലിക്കപ്പെടുന്നത്? അതിന് PV അബ്ദുൽ വഹാബ് മുതൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ കൂട്ടുനിൽക്കുന്നു? ഇവരൊക്കെ തമ്മിൽ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ നമ്മുടെ ഉത്കണ്ഠകൾ. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്. തെരുവിൽ അനുയായികൾ തമ്മിൽ തല്ലുകൂടുമ്പോഴും അകത്ത് ഇവരുടെ താല്പര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഇതിനകത്ത് പണം ഒരു ഇൻവോൾവ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പങ്ക് പറ്റുന്നവരിൽ എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഒടുവിൽ കേസ് മുന്നോട്ട് പോയോ? ഒന്നും ഉണ്ടായില്ല. കൃഷ്ണദാസ് സാറോടാ കളി. കൃഷ്ണദാസ് സാറ് മരിച്ചുപോയിട്ടാ. എനിക്കിത്ര ഇപ്പോഴും അദ്ദേഹത്തെ ഓർത്താൽ അദ്ദേഹം മറുപടി അയച്ചു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വക്കീൽ വന്നും മറുപടി തയ്യാറാക്കി ഞാൻ കണ്ടു. എന്നുവെച്ചാൽ ഇതാണ് പറയുന്നത്, ഈ പുസ്തകം ഇന്നു മുതൽ ഒരാഴ്ചക്കകം മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കുന്നതാണ്. അന്താരാഷ്ട്ര പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുടെ പുസ്തകം വസ്തുതകളെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. താങ്കൾക്ക് നിയമ നടപടികൾ തുടരാം, പുസ്തകം പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന വക്കീൽ നോട്ടീസിന് മറുപടി ഇന്ന് വരെ പിന്നെ വേണ്ടിയിട്ടില്ല. അത് പേരിന് എന്താ വെച്ചാൽ മുസ്ലിം ലീഗിനകത്തും ഒക്കെ വലിയ ചോദ്യം വന്നു ഇയാൾക്ക്. ഇതൊക്കെ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെന്താ മിണ്ടാത്തത്? അപ്പോൾ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയച്ചു. ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിനെതിരെ ഫർദർ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളവരാരാ? ഇദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ ഒക്കെ ഈ ഇഷ്യൂ ഏറ്റെടുക്കേണ്ട, ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. അത് ടേക്കപ്പ് ചെയ്യാതിരിക്കാനുള്ള ഒരു തടയും ശ്രീധരൻ പിള്ളയിലൂടെയുണ്ട്. ശ്രീധരൻ പിള്ള എന്നുള്ള പേര് ശ്രീധരൻ പിള്ളയുടെ പേരും മാത്രമല്ല, അന്ന് അദ്ദേഹം BJP സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് തോന്നുന്നു, മേ ബി ആണ്. അപ്പോൾ അതെല്ലാം കൂടി ഇത് 2017-18 സമയത്ത് എൻക്വയറി. അപ്പോൾ ഇതിപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് വരിക. അപ്പോഴും തടയിടാൻ പറ്റും. സമർത്ഥമായ കളിയായിരുന്നു നടന്നത്. ഇതിനകത്ത് ഇരിക്കട്ടെ. ഇതൊക്കെ ഇരിക്കുമ്പോഴും സാറ് ഈ യുവകലാ സാഹിതി അല്ലെങ്കിൽ പൂക്കാസ, ഇത് രണ്ടിലും സാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കുറച്ച് പൂക്കാസയിലാണ് ദീർഘകാലം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ 10 കൊല്ലം ഗൾഫിലേക്ക് പോയി. പൂക്കാസയിലെ പ്രശ്നങ്ങൾ എനിക്ക് മനസാക്ഷിയുടെ ഈ ഒരു നീറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. പൂക്കാസയിലെ പ്രശ്നം ഒന്നും വ്യക്തിപരമല്ല സാറേ, ആശയപരമായ കാര്യങ്ങളായിരുന്നു. ആശയം വളരെ സിമ്പിളാണ്. പുകാസയിൽ ഞങ്ങൾ നേരിട്ട് MN വിജയൻ മാഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കടമനിട്ടുള്ളപ്പോഴുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു നേർക്ക് നേരെ, MN വിജയനോ പിണറായി വിജയനോ. അപ്പോൾ ഞങ്ങൾക്ക് എന്നെപ്പോലുള്ള ആൾക്ക് രണ്ട് ചോയ്സ് ഉണ്ടായിരുന്നില്ല. പാർട്ടിയോ വ്യക്തിയോ എന്നായിരുന്നു അവർ ചോദിച്ചത്. ഞങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു MN വിജയൻ മാഷാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. പിന്നെ ഉണ്ടായൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇവിടെ നിന്നിട്ട് പാർട്ടിയുടെ കൂടെ നിന്ന് വിജയൻ മാഷെ ചീത്ത വിളിക്കണം. എനിക്കതിന് വയ്യാന്ന് പറഞ്ഞു. വിജയൻ മാഷ കൂടെ നിൽക്കുമ്പോഴേക്കെന്ന് വെച്ചാൽ വിജയൻ മാഷ് അത് പതുക്കെ വിജയൻ മാഷ കൂടെ നിന്നൊരു സംഘം, ചെറിയൊരു സംഘം അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധമായൊരു ലൈനിലേക്ക്, പിൽക്കാലത്ത് RMP ഒക്കെ ആയിട്ട് ആ ഒരു ലൈനിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആ രാഷ്ട്രീയത്തെ തന്നെ എതിർക്കണമല്ലോ. അതെനിക്ക് ബോധ്യമില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നാട് വിടുക ഉണ്ടായത്. സാർ, വ്യക്തിപരമായിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ്.
തീർച്ചയായും അവർ മുടിഞ്ഞു പോകുന്നത് കാണാൻ സന്തോഷിക്കുന്നവനുമാണ്. ബട്ട് അവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ MN വിജയൻ്റെ ആ റിഫ്റ്റ് അങ്ങ് വലുതായി അവസാനം മാതൃഭൂമിയിൽ MN വിജയൻ ഒരു ലേഖനം എഴുതുന്നു, അരവും കത്തിയും. അതാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയത്. അരവും കത്തിയും പരസ്യമായിട്ട് പാർട്ടി ചിട്ടയനുസരിച്ച് ഒരു മനുഷ്യൻ പബ്ലിഷ് ചെയ്തുകൂടാത്ത ഒരു ലേഖനമാണ്. ലേഖനത്തിലെ പോയിൻ്റ് കറക്റ്റാണ്. ഒരു പാർട്ടിക്ക് കത്തിയുടെ മൂർച്ച കൂട്ടണമെങ്കിൽ അരം വേണം. ആ അരം ഉരസുമ്പോൾ ചിലപ്പോൾ പാർട്ടിക്ക് വേദനിക്കും, പക്ഷെ മൂർച്ച കൂടും. ഇതാണ് അദ്ദേഹം കൊണ്ടുവന്ന മിനിമം പോയിന്റ്. ബാക്കിയൊക്കെ അതിൻ്റെ എക്സാമ്പിൾ സംഗതിയൊക്കെയാണ്. ഇതാണ് പിണറായി വിജയന് വല്ലാതെ പ്രകോപിപ്പിക്കുകയും പുരയ്ക്ക് മേൽ ചാഞ്ഞ മരം എന്ന് പറഞ്ഞിട്ട് അത് തന്നെയായിരുന്നു അതും വന്നത് മാതൃഭൂമിയിൽ തന്നെയാണ്. ദാറ്റ് വാസ് ദ ഫൈനൽ തിങ്. ഈ അരവും കത്തിയും എന്ന ലേഖനം ഒരു പാർട്ടിയോട് കൂറുള്ള ഒരു മനുഷ്യൻ എഴുതാമോ? എഴുതാൻ പാടില്ലാത്തതാണ്, എഴുതിയിട്ടുമില്ല. അതാണ് ഇതിൻ്റെ ഈ മനുഷ്യരെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അടുത്തറിയുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ മാതൃഭൂമി വായിച്ചിട്ട് MN വിജയൻ ഇങ്ങനെ എഴുതിയാൽ പിന്നെ അയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ എന്ന് സാറ് പോലും ചിന്തിച്ചില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ വിജയൻ മാഷയുടെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനത് ചിന്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദൃഷ്ടിയിലാണ്. അതെ, എന്നെ പറ്റും. സംഘപരിവാറിലുണ്ടല്ലോ ഈ അരവും കത്തി എഴുതാം, അങ്ങനെ എഴുതിയതാണ് ഞാൻ. എന്നെ സംഘപരിവാർ ഒന്നും ചെയ്തില്ല. RSS മാർക്സിസ്റ്റ് സൗഹൃദം വേണം എന്ന് പറഞ്ഞിട്ട് കേസരിയിൽ ഞാൻ ലേഖനം എഴുതി. RSSൻ്റെ തന്നെ കാര്യം. അത് പ്രസിദ്ധീകരിച്ചു, അതേപ്പറ്റി ചർച്ച നടന്നു, ഒരുപാട് ബഹളമൊക്കെ നടന്നു. എന്നെ RSS ആരെങ്കിലും തല്ലാൻ വരുമോ കൊല്ലാൻ വരുമോ ഒന്നും ചെയ്തില്ല. അല്ല, അത് ഒരു മാർക്സിയൻ രീതിയിൽ പറ്റില്ല. മാർക്സിയൻ രീതി അങ്ങനെയല്ല, ഇത് പാടില്ല എന്നാണ്. ഇത് സംഭവിച്ചത് ചെയ്യാമായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരാളിനെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. MN വിജയൻ മാഷ് കൈകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ആദ്യകാലത്തൊക്കെ എഴുതിയ പുസ്തകങ്ങൾ, ചിതയിലെ വെളിച്ചം പോലുള്ള പുസ്തകങ്ങൾ ഒഴിച്ചാൽ മാഷ് കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പ്രഭാഷണങ്ങളാണ്. സാറിന് കണ്ടാലും അറിയാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സമ്പൂർണ്ണഗതിയിലൊക്കെ പ്രഭാഷണങ്ങളാണ്. ഈ ഇഷ്യൂസ് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രൊഫസർ സുധീഷ് എഴുതിയ ആ ലേഖനം വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്ന് ചോദിച്ചു, സാറേ ഇത് മാഷോട് ചോദിച്ചു, മാഷ് ഇത് മാഷുടെ ഭാഷയല്ലല്ലോ, ഞങ്ങൾക്കറിയാം ഇത് മാഷുടെ ഭാഷയല്ല. അപ്പോൾ ആ സുധീഷ് വന്ന ഏതോ ഒരു ലേഖനം എൻ്റെ പേരിൽ മാതൃഭൂമിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും അറിയാം അദ്ദേഹം എഴുതിയതല്ല, ആ ഭാഷ മാഷുടേതല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആശയപരമായി അരം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ പോലും അത് അരം കത്തിയെ ഉരസിയിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരളവിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരാളുമല്ല വിജയൻ മാഷ്. പാർട്ടി നിലവാരത്തിൽ പാർട്ടിയുടെ പിന്നെ സുധീഷ് MN വിജയനെ ചതിക്കുകയായിരുന്നോ? ചതി എന്നതിന് പറയാൻ മാഷേനെ അങ്ങനെ വിളിക്കുന്നില്ല. ഇപ്പോൾ സാറ് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പല കാര്യങ്ങളും. ഇപ്പോൾ അന്ന് മാധ്യമം വീക്കിലിയിൽ വിജയൻ മാഷയെ കുറിച്ചൊരു സുദീർഘമായ ഇൻ്റർവ്യൂ വരുമായിരുന്നു. പലപ്പോഴും ഇത് നമ്മുടെ നയമല്ലല്ലോ എന്നൊക്കെ പലരും പറയും. അത് ആ പയ്യൻ വന്ന് കുറച്ചു നേരം സംസാരിച്ച് പോയിട്ടുണ്ട്. എന്താണ് വന്നതെന്ന് ഞാൻ നോക്കാറില്ല, മാഷ് നോക്കാറില്ല. മാഷ് വേറൊരു ലോകത്ത് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു കാരണവശാലും വിജയൻ മാഷയുടെ പേരിൽ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് അദ്ദേഹത്തെ സുധീഷിൻ്റെയും മറ്റു പലരുടെയും വഴിയെ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിൽക്കാൻ ഒരാളെ ഉണ്ടാക്കിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. മാഷ് ചെയ്തതല്ല, മാഷ് അറിഞ്ഞിട്ടുമില്ല. അത് മാഷ് പറഞ്ഞിട്ടുണ്ട്. മാഷ് പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് വിശ്വസിക്കേണ്ട. അല്ല, ഇത് അങ്ങനെയാണെങ്കിൽ ഈ കാര്യം പിണറായി വിജയനും അറിയാതെ പോകുക. തീർച്ചയായിട്ടും ഇതിങ്ങനെയാണ്. പക്ഷേ എങ്ങനെ സാർ? പിന്നെ പുരയ്ക്ക് മേൽ ചാഞ്ഞ മരം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വാളെടുക്കേണ്ട കാര്യമില്ല. അല്ല, ആളുകളുടെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആളുകളുടെ മുമ്പിൽ അതിരൂക്ഷമായ വലിയ ക്ഷീണം ഉണ്ടാക്കി അതിരൂക്ഷമായ ഒരു ലേഖനം വരികയാണ്. പ്രൊഫസർ MN വിജയൻ്റെ പേരിലാണ് വരുന്നത്. പാർട്ടിക്ക് അതേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, ദേശാഭിമാനിയുടെ എഡിറ്റർ സ്ഥാനത്ത് നീക്കിയിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ ഞങ്ങൾ കുറേ പേര് അടുത്തുണ്ട്. അത് വരും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അത് വിളിച്ച് സാക്ഷാൽ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അന്ന് ഇരിക്കാൻ വയ്യ കേട്ടോ. അദ്ദേഹത്തിന് പൈൽസ് കൊണ്ടിരിക്കും. ട്രെയിനിൽ പോലും നിന്നിട്ടാണ് യാത്ര ചെയ്യുക. അപ്പോൾ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവസാനമായി ചോദിച്ച വാക്ക്, അപ്പോൾ വിജയ നിൻ്റെ ഷുഗർ ലെവൽ എങ്ങനെയുണ്ട് എന്ന്. അതാണ് ആ മനുഷ്യൻ്റെ നില. വെറുപ്പ് എന്ന് പറയുന്ന ഒന്ന്, അന്യനെ വെറുക്കുക എന്ന് പറയുന്ന ഒന്ന്, ആലോചിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ. അത് സാറിന് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളിൽ പോലും വ്യക്തിപരമായ എന്തെങ്കിലും ഒരു വിദ്വേഷമോ കാലുഷ്യമോ ഒന്നുമില്ലാത്ത മനുഷ്യൻ. അത്
എതിർക്കുമ്പോൾ പോലും അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു ചിരി കുടഞ്ഞെടുക്കും ഇങ്ങനെ. തീർച്ചയായും. എന്ന് പറയുന്നത് തീർച്ചയായും. കുടഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം മിക്കവാറും വാക്യങ്ങളുടെ എല്ലാം ഒരു ചിരി സാറ് പറയാൻ ശരിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സംവാദങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഞാനൊക്കെ സംവാദം പഠിച്ചതും അങ്ങനെയാണ്, സംവാദത്തിന് സ്നേഹത്തിൻ്റെ ഒരു കൂട്ട് എപ്പോഴും വേണം. സഹോദരനാണ് അപ്പുറത്തിരിക്കുന്നത്, അവനോട് ഇത് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഇത് ഇത്ര വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു തൻ്റേതല്ലാത്ത ഒരു ലേഖനം മാതൃഭൂമി പോലെ ഒരു പ്രസിദ്ധമായ പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി എത്രയാണെന്ന് അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ല വിജയൻ. ഇനി സുധീഷ് അങ്ങനെ ചെയ്തു എന്ന് വയ്ക്കുക, ഗുഡ് ഫെയ്ത്തിൽ ശരി നീ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തു, വന്നു കഴിഞ്ഞ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴെങ്കിലും ഈ സത്യാവസ്ഥ ഇത് ഇവനിങ്ങനെ ചെയ്തതാണ് കേട്ടോ, ഞാൻ അറിഞ്ഞതല്ല, അതാണ് എന്ന് പബ്ലിക്കായിട്ട് പൊട്ടിത്തെറി ഏതളവിലുള്ള പൊട്ടിത്തെറിയും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളല്ല വിജയൻ മാഷ്. പക്ഷേ ഏതളവിലുള്ള പൊട്ടിത്തെറിയും ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാത്തൊരു മനസ്സാണത്. ഈ പറഞ്ഞ പ്രത്യാഘാതങ്ങളും നടപടികളും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏശുകയില്ല. അത് കാരണം അദ്ദേഹം അവസാനത്തെ ഒരു 25 കൊല്ലമെങ്കിലും മനസ്സിനെ മാത്രം ഉപാസിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ സാറ് പഠിച്ചിട്ടുണ്ടോന്നറിയില്ല. ആ വീട്ടിൽ അതൊരു അപകടകരമായ അവസ്ഥയാണ്. ഞാൻ ഇപ്പോൾ അദ്ദേഹം ഞാനും തമ്മിൽ ഈ ഭൂമിശാസ്ത്രപരമായ വലിയ അകലം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരല്പം ബഹുമാനത്തോടെ ഒരു സുഹൃത്തായി വയ്ക്കാൻ ആഗ്രഹിച്ച ആളാണ് എം.എൻ. വിജയൻ. അത് സാധിച്ചില്ല, ഈ അകലം കൊണ്ട് അവിടം വരെ യാത്ര ചെയ്യാൻ അങ്ങനെയൊന്നും സാധിച്ചില്ല. പക്ഷേ ആ അവസ്ഥയിൽ RSSകാരനായ ഞാൻ എം.എൻ. വിജയൻ്റെ പേരിൽ ഒരു ലേഖനം എഴുതിയിട്ട് മനോരമയിൽ കൊടുത്ത് വരുത്തിച്ചാൽ എന്താവും സ്ഥിതി? അപകടമാവും. അതുപോലും അദ്ദേഹം ഒരു പക്ഷേ അതുപോലും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിജയ മാഷ്. പക്ഷേ സാറ് ചെന്ന് പറഞ്ഞിരിക്കണം, മാഷേ ഞാൻ ഒരു ലേഖനം എഴുതി മാതൃഭൂമി കൊടുക്കുന്നത്, മാഷയുടെ പേര് കൊടുക്കും, എന്താണ് അതിനകത്ത് എന്ന കണ്ടന്റ് പോലും മാഷ് നോക്കിയിട്ടില്ല, ഇന്നോളം നോക്കിയിട്ടില്ല. എത്രയോ അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ സാറിനെ പോലുള്ളവർ ചെല്ലാത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അത്രയും സംഭവിച്ചില്ല. പിന്നെ മാത്രമല്ല ചെന്നത് ഈ ആശ്രിതരാണ്, ചെന്നവരൊക്കെ എപ്പോഴും വിജയ മാഷ കൂടെ നടക്കുന്നവരും ആണ്. അതുകൊണ്ട് അവരെഴുതിയുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ആ മനുഷ്യൻ സമയം കളഞ്ഞിട്ടില്ല. അല്ല, അത്യപൂർവം ഞാൻ ഈ ലേഖനം എഴുതി ചെയ്തിട്ടുണ്ട് RSSലെ ചില നേതാക്കൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് സമയമില്ല, ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അവരിതിൻ്റെ ഒരു സ്കെലിറ്റൻ എന്നോട് പറയും, ഇന്ന പോയിൻറ്റ്സൊക്കെയാണ് മോഹൻദാസ്, പിന്നെ എൻ്റെ ഭാഷ മോഹൻദാസിന് അറിയാമല്ലോ, അപ്പോൾ ആ ഭാഷയിൽ എഴുതണം. അപ്പോൾ എനിക്കറിയാം, വർഷങ്ങളുമായിട്ട് ഇവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അവരുടെ ഭാഷ എനിക്കറിയാം. ഞാനത് എഴുതും, പക്ഷെ കാണിച്ചിട്ട് നോക്കിയിട്ട് അത് 1-2 ലേഖനം ഡിറ്റോ അവർ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഒന്നും മാറ്റേണ്ട മോഹൻദാസ്, കൊടുത്തോളൂ, ഇദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും ഇത് വരുന്നത്. അപ്പം ഫലത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ലേഖനം തന്നെയാണ്. ഇത് EMS ചെയ്തിരുന്നു. ചെയ്യാറുണ്ട്. അത് പല നല്ല ലീഡേഴ്സൊക്കെ ചെയ്യാറുണ്ട് സാർ. ഇതിപ്പോൾ അങ്ങനെ ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു പാതിയല്ല, ഒരു മുക്കാലും സന്യാസിയും ബാക്കി ഭാഗം വിപ്ലവകാരിയൊക്കെ ആയിരുന്നൊരു മനുഷ്യനാണ്. യതി ഭാവം എന്ന് പറയില്ലേ, അതെന്നോ പ്രാപിച്ചു കഴിഞ്ഞൊരു മനുഷ്യനാണ്. അതൊരു പക്ഷേ നമുക്കൊക്കെ അത് പുകാസയിലേ എനിക്ക് മനസ്സിലായി. പുകാസ കുറേ കൂടെ ഷാർപ്പ് നിലപാടുകളൊക്കെ എടുക്കുന്നൊരു സംഘടനയാണ്. യുവകലാ സാഹിത്യം അങ്ങനെയല്ലല്ലോ. അല്ല സാർ, യുവകലാ സാഹിത്യം കുറേ കൂടെ ബ്രോഡർ ആണെന്നാണ് ഞാനും ധരിച്ചത്. നമ്മുടെ പാട്ടുകാരൻ VT മുരളിയൊക്കെ ഇല്ലേ, ഉണ്ട്. എൻ്റെ സുഹൃത്താണ്, വല്ലപ്പോഴും വളരെ വിശാലമായ ഒരുപാട് പേര്. ഇപ്പോൾ സി രാധാകൃഷ്ണൻ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്നു, മാടമ്പ് പ്രസിഡന്റ് ആയിരുന്നു. യുവലാസായിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നത്. ഒരു മമ്മൂട്ടി മാഷ് ഉണ്ടായിരുന്നു, NC മമ്മൂട്ടി മാഷ്, കണ്ണൂർക്കാരൻ. അപ്പോൾ അതിന്ന് പിന്നെ അതിലും പോകുന്നതല്ല. അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ, അത് നമ്മൾ ഈ പ്രതാപകാലം എന്നൊക്കെ പറയുന്ന ഏതിനും ഉണ്ടല്ലോ. പിൽക്കാലത്ത് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക രംഗത്ത് പുകാസക്ക് എന്താ പറ്റിയത്? MN വിജയൻ മാഷുടെയും കടമനിട്ടയുടെയും പുകാസ, വൈലോപ്പിള്ളിയുടെ പുകാസ, ആ പുകാസക്ക് ഇന്നത്തെ പുകാസയിലേക്ക് എത്തിയപ്പോൾ എന്താ പറ്റിയത്? അശോകൻ ചെരുവിലിൻ്റെ പുകാസക്ക് എന്താ പറ്റിയത്? പാർട്ടി തീരുമാനിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഭരണകൂടം തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് സിദ്ധാന്തം ചമച്ചു കൊടുക്കുകയും വ്യാഖ്യാനം ചമയ്ക്കുന്ന പണിയായാലും അങ്ങനെയാണ്. മറ്റൊരൊന്നും ചെയ്തിട്ടില്ല. ശരി, അതാണ് അതിൻ്റെ പ്രശ്നം. അവനെ പാർട്ടിയേക്കാളും മുമ്പേ, ഭരണകൂടത്തെക്കാളും മുമ്പേ പൊതുജനത്തിൻ്റെ മനസ്സിനോട് സംവദിക്കാനാണ് സാംസ്കാരിക രംഗം. അല്ല, ഞാൻ ഇത് സംഭവിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഐഡിയോളജി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനകത്തെ വ്യക്തികളുമായിട്ടുള്ള പെരുമാറ്റം. എനിക്ക് പറ്റിയത് ഇപ്പം ഞാൻ VT മുരളി അദ്ദേഹത്തിൻ്റെ പഴയൊരു പാട്ട്, അത് പൊന്നരളിപ്പൂ ഒന്ന് മുടിയിൽ ചൂടി എന്ന് പറഞ്ഞിട്ട് VT മുരളിയുടെ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് മുതലാണ് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതും. പിന്നെ ഈ കോവിഡ് കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും അങ്ങനെ സുഹൃത്തുക്കളാകുന്നു.
അപ്പോൾ യുവകലാസാഹിതി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വീട്ടിൽ മുല്ലാനോ എല്ലാ സംഘടനയിലും അങ്ങനെയാണല്ലോ. സംഘടനയുടെ മുഴുവൻ കിതാബ് വായിച്ചു നോക്കിയിട്ട് നമുക്കൊരു സംഘടന തീരുമാനിക്കാൻ പറ്റും. ആളുകളുടെ പെരുമാറ്റമാണ്. അതുകൊണ്ടാണ് എനിക്ക് യുവകലാസാഹിതിയിൽ നിന്ന് ഭേദപ്പെട്ട ഒരു കൾച്ചറൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിന് ഇടക്കാലത്ത് വന്നപ്പെട്ട ലീഡർഷിപ്പിന് വല്ലാത്തൊരു സംകുചിതത്വം വന്നതുപോലെ എനിക്ക് എൻ്റെ അനുഭവമാണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആശയപരമായ ചർച്ചകളെ പലപ്പോഴും ഈ ഒരു ആംഗിളിലേക്ക് ഭരണകൂടത്തെ അതെങ്ങനെ ബാധിക്കും, നമ്മൾ കൂടിയുള്ള ഗവൺമെൻറ് അല്ലേ, പ്രത്യേകിച്ചും ആ ഗവൺമെൻറ്റിലെ ബി ടീമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഒന്ന് രണ്ട് ആദ്യത്തെ ഇഷ്യൂ വന്നത് വാര്യംകുന്നനെക്കുറിച്ച്, മലബാർ കലാപത്തെക്കുറിച്ച് ഞാൻ വ്യത്യസ്തമായൊരു സ്റ്റാൻഡ് എടുത്തു. സാർ ഓർക്കുന്നുണ്ടോ എനിക്കറിയാം, വ്യത്യസ്തമായൊരു സ്റ്റാൻഡ് എടുത്തു. മലബാർ കലാപത്തിൽ വാര്യംകുന്നനും കൂട്ടരും കടുത്ത അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ചോര, ഹിന്ദു സമൂഹത്തിൻ്റെ ചോര ഇപ്പോഴും മലബാറിൽ ഉണങ്ങിയിട്ടില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് ഞാൻ സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ എന്തായ ഒരു തർക്കം, ഞങ്ങളുടെ പ്രസിഡന്റ് അന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ മലബാർ കലാപത്തെ വാഴ്ത്തിക്കൊണ്ടും ഈ മുസ്ലിം പക്ഷത്തെ അല്ലെങ്കിൽ വാര്യംകുന്നനെ മഹാത്മാവായി വാഴ്ത്തിക്കൊണ്ടുമൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാനതിനെ കൗണ്ടർ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സാക്ഷാൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1946 എന്ന് വെച്ചാൽ 21 കലാപത്തിന് 25 വർഷം പൂർത്തിയായപ്പോൾ ആഹ്വാനവും താക്കീതും എന്നാണ് അവരുടെ രേഖ. EMSന്റെ പേരിൽ അത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. ആഹ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യത്വ വിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായ ഒരു കലാപത്തിന്, വർഗസമരത്തിൻ്റെ സ്വഭാവം അതിനുണ്ടായിരുന്നു. എന്നാൽ അതിവേഗത്തിൽ വർഗസമരം കൈവിട്ടുപോയി വർഗീയ കലാപമായി തീരുകയും അതിനെതിരെയുള്ള താക്കീത്, വലിയ ജാഗ്രതയാണ് മലബാർ കലാപത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 25 കൊല്ലം, ഒരു കലാപത്തിന് 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ പറഞ്ഞ കാര്യം അതേ കലാപത്തിന് 100 വയസ്സ് പൂർത്തിയാകുമ്പോൾ എങ്ങനെ ഇല്ലാതാവുക? കുറച്ചുകൂടി നല്ല ഓർമ്മയല്ലേ 25 വയസ്സ്. അപ്പോൾ ആ ആംഗിളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, താക്കീതിനെ കുറെ കൂടി ശക്തമായി പറയേണ്ട കാലമാണിപ്പോൾ. കാരണം മനുഷ്യൻ്റെ മനസ്സ് അതിവേഗം. ഇത് ഇവർക്ക് സംഭവിക്കുന്നത്, ആലങ്കോട് ലീലാകൃഷ്ണൻ, സുനിൽ പീളയുടെ ഇവർക്കെല്ലാം സംഭവിക്കുന്നത്, ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരെ സംരക്ഷിക്കുക, അവരുടെ സ്റ്റാൻഡ് എന്താണോ അതിനനുസരിച്ച് ഭാഷ്യം ചമയ്ക്കുക. അത് ചരിത്രമാണെങ്കിലും സാഹിത്യമാണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ ചരിത്രത്തോട് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു 10 കൊല്ലമോ 15 കൊല്ലമോ 50 കൊല്ലമോ മുമ്പ് എന്തായിരുന്നു ചെയ്തതെന്നുള്ളത് അവർ പലപ്പോഴും അബദ്ധം പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വന്നപ്പോൾ ഇഷ്യൂ ഉണ്ടായി. 85 EMSന്റെ ആഹ്വാനം അനുസരിച്ച് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ദീർഘമായി ചിന്തയിലൊക്കെ ഇവര് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ഈ യുവകലാസാഹിതിയിൽ സംഭവിച്ചത്, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു 10 കൊല്ലം കഴിഞ്ഞ് 2013 ഞാൻ തിരിച്ചു വന്നപ്പോൾ C. രാധാകൃഷ്ണൻ സാർ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ഗുരുവാണ്. PK ഗോപിയേട്ടനുണ്ട്, ആലങ്കുള്ളിയിൽ, അപ്പോൾ ഇവരൊക്കെയാണ് അന്ന്. അപ്പോൾ അതിനോട് ഞാൻ പതുക്കെ അടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ തിരിച്ച് പുക്കാസയിലേക്ക് പോകാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം വിജയൻ മാഷ് അപ്പോഴേക്ക് മരിച്ചുപോയി. വിജയൻ മാഷ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്തിരുന്ന VSനെ ചവിട്ടിക്കൂട്ടി മൂലക്ക്. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുള്ളപ്പോൾ അതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ മാഷ് മിണ്ടാതിരുന്നാൽ അത് മാഷിക്ക് തന്നെയാണ് നഷ്ടം. മാഷ് ഈ കാലഘട്ടത്തിൽ പ്രതികരിക്കാതിരുന്നാൽ നമ്മൾ മാഷ് ജീവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, വേറെ ആർക്കും നഷ്ടമൊന്നുമില്ല എന്നൊക്കെ ആ രീതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടാണ്. അല്ല, ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതെനിക്കും ബോധ്യപ്പെട്ടു, നമ്മൾ മിണ്ടായിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ശരിയും തോന്നുന്നു പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ യുവകലാസാഹിതിയുമായി പതുക്കെ അടുത്ത് വന്നത്. അവിടുത്തെ മലപ്പുറത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ജില്ലാ പ്രസിഡൻ്റാക്കി. സ്റ്റേറ്റ് സെക്രട്ടറിമാർ, പിന്നീട് അടുത്ത സമ്മേളനം നടന്നപ്പോൾ തൃശ്ശൂരിൽ എൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ ഒരാളാക്കി. പക്ഷേ ഉള്ളിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതിനകത്ത് ഈ ഹൃദയ ചുരുക്കെന്ന് പറയില്ലേ, നമ്മൾ വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഹൃദയമായി മനസ്സിലാക്കിയ ആ മൂവ്മെൻ്റൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇഷ്യൂ തുടങ്ങി. പ്രസിഡന്റ് ഒരു ഇഷ്യൂവിൽ, മലബാർ കലാപം, ആ ഇഷ്യൂവിൽ പ്രസിഡന്റ് ഒരു നിലപാടെടുക്കുന്നു, അതിന് വിരുദ്ധമായൊരു നിലപാട് സെക്രട്ടറിമാരിൽ ഒരാൾ, ഞാൻ ജനറൽ സെക്രട്ടറി അല്ല, സെക്രട്ടറിമാരിൽ ഒരാൾ ഞാൻ എടുത്തു. അതായി ഒന്നാമത്തെ ഇഷ്യൂ. അതിലെൻ്റെ പേരിൽ ചോദ്യം ചെയ്യലും അതും ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിനിടയിലാണ് അടുത്ത ഇഷ്യൂ വന്നത്. അടുത്ത ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ ബാബരി മസ്ജിദ് ഇഷ്യൂ വന്നു. ബാബരി മസ്ജിദിൻ്റെ ശിലാപൂജ. ആ സമയത്ത് ഞാൻ എൻ്റെ ചില FB പോസ്റ്റുകൾ, പ്രസംഗങ്ങൾ, ഇക്ബാൽ അൻസാരി സാബ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. എന്നുവെച്ചാൽ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇക്ബാൽ അൻസാരി സാബ്. ശിലാപൂജയിൽ അദ്ദേഹം പങ്കെടുത്തു, അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഹിന്ദു ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അത് സംഘീവാദമായി എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ഇഷ്യൂ. മൂന്നാമത്തെ ഇഷ്യൂ ആണ് കിട്ടിയത്. എന്നുവെച്ചാൽ മൂന്നാമത്തെ ഇഷ്യൂ അതുവരെ കാത്ത് വെച്ചിരുന്നതാണ്. മൂന്നാമത്തെ ഇഷ്യൂ ഹിന്ദു ഐക്യവേദി എന്നെ സംവാദങ്ങൾക്ക് വിളിച്ചു. മുമ്പും തപസ്യ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്.
കുരുക്ഷേത്ര പ്രകാശൻ്റെ പുസ്തക പ്രകാശനത്തിന് ഞാൻ പോകാറ്. എന്നെ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട്, എനിക്ക് പറയാനുള്ളത് പറയാറുമുണ്ട്. പിന്നെ ഈ സാറ് പറഞ്ഞ ഒരു പോളിസി എനിക്കുണ്ട്, പോയയിടത്തൊക്കെ അവരോട് കലഹം കൂടി പോരാനല്ലല്ലോ, അതിനല്ലല്ലോ സംവാദം. അവരോട് സ്നേഹത്തോടെ സംസാരിച്ച് എനിക്ക് ഇതെങ്ങനെയല്ല വിയോജിപ്പ് എനിക്കറിയാവുന്നത് പറഞ്ഞിട്ട് പോരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഹിന്ദു ഐക്യവേദിയുടെ സെമിനാറിനെ വിളിച്ചത്. സെമിനാറിനാണ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ടീച്ചറോട് ചോദിച്ചു, സംവാദമല്ലേ ആണ്, അപ്പോൾ എൻ്റെ നിലപാട് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ടീച്ചർ ഒരു കാര്യം എന്നോട് അന്ന് ടീച്ചറാണോ ഇനി അവരുടെ ഒരു സെക്രട്ടറിയാണോ എന്നെ വിളിച്ചത്, എന്താണ് എന്നെ വിളിക്കാൻ കാര്യം, കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്ക് വിയോജിപ്പാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കേണ്ട, അങ്ങനെയല്ല. ഞങ്ങളുടെ കണ്ണിൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കും, ഞങ്ങളുടെ കണ്ണിൽ 2 തരം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഹിന്ദു മാത്രമേ വർഗീയവാദി ഉള്ളൂ, അല്ലെങ്കിൽ ഹിന്ദു വർഗീയത മാത്രമേ ഉള്ളൂ, ബാക്കി ആരും വർഗീയവാദി അല്ല എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. മാഷ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന കൂട്ടത്തിലാണല്ലോ, എല്ലാ വർഗീയതയും. പ്രത്യേകിച്ച് മുസ്ലിം വർഗീയത, ഞാൻ മലപ്പുറത്തുകാരനായതുകൊണ്ട് തന്നെ എൻ്റെ പ്രാഥമികമായ കൺസേണാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ നന്നായി ഊന്നി പറയാം, അതുകൊണ്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് പറയാമല്ലോ അല്ലേ. അങ്ങനെ ഞാനവിടെ പോയിട്ട് ഇതാണ് സംസാരിച്ചത്. അപ്പോൾ അത് പോകുന്നതിൻ്റെ പോസ്റ്ററും പ്രചാരവും ഒക്കെ ഇറങ്ങിയതോടുകൂടി എനിക്ക് നേരെ വിളിച്ചിട്ട് പോകാൻ പാടില്ല, അങ്ങനെ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ കഷ്ടിച്ച് ഒരാളുടെ ഒറ്റ ഭൂരിപക്ഷം അന്നത്തെ കമ്മിറ്റിയിൽ അങ്ങനെയാണല്ലോ, പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കമ്മിറ്റഡാണ്, ഞാൻ പോകും, അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ പോന്നു. അപ്പോൾ ഞാൻ പരിപാടിക്ക് പോയി. താലിബാനിസം കേരളത്തിൽ നിന്നാണ് വിഷയം. ആദ്യത്തെ 10 മിനിറ്റ് നേരം താലിബാൻ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത 10 മിനിറ്റ് നേരം ഈ താലിബാനിസം ഉണ്ടാക്കുന്നതിൽ ആരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞു, ആ കൂട്ടത്തിൽ ഈ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേകനൂരിൻ്റെ കേസ് CBIക്ക് വിട്ടപ്പോൾ ആഹ്ലാദം കൊണ്ട ഒരാൾ, ചേകനൂരിൻ്റെ കേസ് തുടക്കം മുതലേ ഇടപെട്ട ഒരാളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ചേകനൂരിൻ്റെ കേസ് CBIക്ക് വിട്ടപ്പോൾ സന്തോഷിച്ചു, പക്ഷേ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല, ഇവിടുത്തെ മാറി വന്ന ഗവൺമെൻറ്റുകളൊന്നും ചെയ്തില്ല. അതിനിടയിൽ വാജ്പേയി വന്നു. അല്ല, അതിൽ ഞാൻ പുറകോട്ട് ചേകനൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചേകനൂർ മൗലവി വധക്കേസ് കഴിഞ്ഞപ്പോൾ മൊയ്തു മൗലവിയാണ് കരുണാകരനെ കണ്ടിട്ട് ഇത് CBIക്ക് വിടണം. മൊയ്തു മൗലവി ബന്ധുവാണ് അവർ. കരുണാകരൻ ചെയ്തില്ല, ക്രൈം ബ്രാഞ്ചിന് വിട്ടു കരുണാകരൻ. CBI നണ്ണതർ സാധാരണ മൊയ്തു മൗലവി പോയിട്ട് കരുണാകരനെ കണ്ട് ഒരു ഫേവർ ചോദിക്കേണ്ട ഗതികേട് മൊയ്തു മൗലവിക്ക് ഇല്ല. ഒന്നിനും അദ്ദേഹം പോകാറില്ല. 10 പൈസയും വേണ്ട, ഒരു സ്കൂൾ അഡ്മിഷൻ പോലും ഒന്നും ചെയ്യാത്ത ആളാണ് മൊയ്തു മൗലവി. പക്ഷേ ഈ കാര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ കരുണാകരൻ്റെ കാര്യം എന്നറിയോ, കരുണാകരൻ്റെ മലബാറിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബേസും സാമ്പത്തിക ബേസും ഒക്കെ കാന്തപുരത്തിൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകളാണ്. എങ്ങനെ MN കുഞ്ഞാമദാജി വലിയ ആളുകൾ. പക്ഷേ അവർ അരിവാൾ സുന്നി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അരിവാൾ സുന്നിയാണ്, അതുകൊണ്ട് എന്താ കാര്യം. പക്ഷെ അപ്പുറത്തും കാശ് കൊടുക്കും. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ, അവർ കോൺഗ്രസിൻ്റെ ചിലവിലാണ്. മലബാറിലെ AP സുന്നി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാര്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അപൂർവമായിട്ടൊക്കെ ഉള്ളു. അപ്പോൾ ഇത് അവസാനം സാറ് പ്രസംഗിച്ചു അവിടെ. അല്ല, ഇവിടെ ഇതെല്ലാം പറഞ്ഞു, ആ ഇഷ്യൂ പറഞ്ഞു ഞാൻ. അപ്പോൾ വാജ്പേയി വന്നപ്പോഴെങ്കിലും ഞങ്ങൾ വലിയ ആശ്വാസത്തോടെ നിന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, താരതമ്യേന എനിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സത്യസന്ധനായി തോന്നിയ ഒരാളാണ് രാജേട്ടൻ, രാജഗോപാൽ. അദ്ദേഹം കാരന്തൂർ മർക്കസിൽ ചെന്ന് കാന്തപുരത്തിൻ്റെ സംഭാവന സ്വീകരിക്കുന്ന പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അശ്ലീലം നിറഞ്ഞ കാഴ്ചയാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അപ്പോൾ CBI കേസ് അങ്ങനെ, ഈ ചേകനൂർ കേസ് അങ്ങനെ പോയി. പിന്നെ ഞാൻ കുറച്ച് സാഹസികമായി ഇടപെട്ട കേസാണ് സമദാനൻ്റെ കേസിൽ ഈ സംഭവം പറഞ്ഞു, ശ്രീധരൻപിള്ള വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വളരെ അച്ചടക്കമുള്ള 500 പേരുള്ള ഒരു സദസ്സിൽ 5-6 പേരെങ്കിലും ഒറ്റപ്പെട്ട് കൈയടിച്ചു. തിരിച്ചു വരുമ്പോൾ ടീച്ചർ എന്നോട് പറയുകയും ചെയ്തു, ഞങ്ങൾക്കുള്ളിൽ ഇമാതിരി ചർച്ചകളുണ്ട് മാഷക്ക് അല്ലേ, സംവാദത്തിലല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ടീച്ചർ ആരും മറുപടി പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സംവാദമല്ലേ, അതെ, മറുപടി പറയാമല്ലോ, പറഞ്ഞില്ല. കാരണം ബോധപൂർവ്വം അവർ ടേക്കപ്പ് ചെയ്തില്ല ഇഷ്യൂ, കാരണം അവർക്ക് അറിയാം അതിൻ്റെ ഇഷ്യൂ. അപ്പോൾ അത് പറഞ്ഞു പോകുന്നതിൻ്റെ പിറ്റേന്ന് ഒരു ഡെലിക്കസി ആണല്ലോ അവർക്കത് പറയാൻ. ഞാൻ വന്ന് പിറ്റേന്ന് എന്നെ പുറത്താക്കിയതായിട്ട് സംഘടനയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഒറ്റ നോട്ടീസേ കിട്ടിയുള്ളൂ. പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഹിന്ദു ഐക്യവേദിയുടെ സെമിനാറിൽ പങ്കെടുത്തതിന് താങ്കളെ യുവകലാ സാഹിത്യയുടെ എല്ലാ ചുമതലകളിൽ നിന്ന് നീക്കിയിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അടുത്ത വരികയാണ്, അവസാനത്തെ വാചകം. ഇനി വല്ലതും ഇത് സംബന്ധമായി വിശദീകരിക്കാനുണ്ടെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ 10 ദിവസത്തിനകം എന്ത് കാര്യമുണ്ട്, നടപടി എടുത്തിട്ട്. പക്ഷെ എന്നിട്ടും ഞാൻ മറുപടി അയച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു, നടപടി എടുത്തു കഴിഞ്ഞിട്ട് വിശദീകരണം ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം, എങ്കിലും ഈ ഇഷ്യൂ ചർച്ചയ്ക്ക് വരട്ടെ. ഇതെൻ്റെ മാത്രം ഇഷ്യൂ അല്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വിയോജിപ്പുള്ളവരോടല്ലാതെ ആരോടാണ് സംവാദം? നമ്മുടെ അനുയായികളുടെ അനുഭാവികളുടെയും മുമ്പിൽ വേദിയിൽ നിന്നുകൊണ്ട് സംഘപരിവാറിനെ ഭള്ളു പറയുന്നതിലും വഴക്ക് പറയുന്നതിലും എന്തർത്ഥമുണ്ട്? അവരോട് പോയി ഇന്ന കാര്യങ്ങളിൽ നിങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംവാദം?
അതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ എന്നും പോകാറുണ്ട്, എന്നും പോകും, ഇനിയും പോകും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. പിന്നെ ആക്ഷനൊന്നും എടുത്തില്ല. അല്ല, ആക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ നടപടി വന്നു. പക്ഷേ പാർട്ടി അതിനകത്ത് എനിക്ക് തോന്നുന്നു പാർട്ടി വളരെ സമർത്ഥമായി ഇനി അതൊരു ഇഷ്യൂ ആക്കിയിട്ട് ടേക്കപ്പ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് ഇവനെ വിളിച്ച് താക്കീത് ചെയ്യും. ജനറൽ സെക്രട്ടറിയാണ് അതിൽ മുൻകൈ എടുത്തയാൾ. താക്കീത് ചെയ്യും, അതിവേഗത്തിൽ അടുത്ത സമ്മേളനത്തിൽ അവനെ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു അതിനൊന്നും അതിൻ്റെ പിന്നാലെ ക്ലാരിറ്റിയും ചോദിച്ചു പോകണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഒരു കാര്യം പക്ഷേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ഒക്കെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള നിലപാടുകളുണ്ടല്ലോ, അത് വല്ലാതെ സെലക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമായിട്ട് പറയുന്ന അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം വേണമെന്നും അവർക്കെതിരായിട്ട് പറയുന്നവർ ആ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ലെന്നും, അതാണ് അവരുടെ മൊത്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട്. അതൊരു നല്ല കാര്യമല്ല. കാരണം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ സംഘപരിവാറിൽ ഇരുന്നു കൊണ്ട് തന്നെ സത്യം പറയാം, MM മണിയുടെ ആ പ്രസംഗമുണ്ടല്ല, പണ്ട് നടത്തിയ പ്രസംഗം 1, 2, 3, 4, ഈ പ്രസംഗത്തിൽ ലീഗൽ പ്രോബ്ലം ഒന്നുമില്ല, വെറുതെ ആ വയസ്സിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ലേഖനം എഴുതി മംഗളത്തിൽ, മംഗളം പത്രത്തിൽ. തമാശയ്ക്ക് എൻ്റെ കൂട്ടത്തിലുള്ള അറസ്റ്റുകാർ ചോദിച്ചു, എന്താ ഇത് പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർഷിപ്പ് കിട്ടിയോ എന്ന് ചോദിച്ചതല്ലാതെ ആരും എന്നെ തല്ലാനോ കൊല്ലാനോ വന്നില്ല. അതായുള്ള അഭിപ്രായം. പിന്നെ ഞാൻ ബെർലിൻ കുഞ്ഞനൻ നായർക്ക് ഒരു മറുപടിയായിട്ട് ലേഖനം എഴുതി. അതും മംഗളം പത്രത്തിലാണ് വന്നത്. അത് പ്യുവർ പൊളിറ്റിക്സാണ്. പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ഈ രണ്ടുപേരോടും യോജിപ്പില്ല, പക്ഷേ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രിഡിക്റ്റബിളായിട്ടുള്ള ഔട്ട്പുട്ടുള്ള നേതാവ് പിണറായി വിജയനാണെന്ന് ഞാൻ എഴുതി. സാറിൻ്റെ അന്നത്തെ എൻ്റെ നിലപാട്, വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്യുതാനന്ദൻ ഈ ഒരുപാട് വാചകമൊക്കെ അടിക്കുമെങ്കിലും ഡെലിവറി ഇല്ല. പിണറായി വിജയൻ സംസാരം കുറവാണ്, പക്ഷേ ഡെലിവറി ഉണ്ട്. ഇത് വെച്ച് ഒരു മൂന്നാമൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞനന്ദൻ നായരെന്ന് വല്ലാതെ പിണറായിയെ അറ്റാക്ക് ചെയ്യുന്ന സമയം, അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞനന്ദൻ നായർ വലിയ പ്രായം ചെന്നൊരു മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ ഒരാളെ അറ്റാക്ക് ചെയ്തത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതൊക്കെ ഇതാ ഈ ഫാക്റ്റ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എഴുതി. അന്നും ഈ RSകാർ മാർക്സിസ്റ്റ് പാർട്ടി കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണല്ലോ എന്നൊരു കമൻ്റ് അല്ലാതെ, അപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന RSSൻ്റെ കാര്യത്തിലാണ്. ആരും എന്നെ തടയോ ഇത് കൊടുക്കരുതെന്ന് പറയുമോ? തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ഒരിക്കലും ലെഫ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട സാർ. അത് ഒരുപാട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഒരുപാട് വലിയ മനുഷ്യനാണ്. അത് മാത്രമല്ല, ഞാൻ ഒരു ക്ലോസിംഗ് റിമാർക്കായിട്ട് ഞാൻ സാറിനോട് പറയട്ടെ, ഈ ഗുരുജി ഗോൾവൾക്കറോട് പിണങ്ങി 10 വർഷം RSSൽ നിന്ന് മാറി നിന്ന ആളാണ് പിന്നീട് സർസംഘചാലകായ ദേവറസ്, ബാളാസാഹിബ് ദേവറസ്. 10 വർഷം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പോയി വഴക്കുണ്ടാക്കാനും എന്താ ഇവർ തമ്മിൽ സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ. 10 വർഷം കഴിഞ്ഞപ്പോൾ ബാലാസാഹിബ് ദേവറസിന് ന്യൂമോണിയ വന്നു. ന്യൂമോണിയ വന്നത് അറിഞ്ഞിട്ട് ഗോൾവൾക്കർ ആളെ വിട്ട് ഇദ്ദേഹത്തെ നാഗ്പൂർ മയോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. ഭേദമായെങ്കിലും ക്ഷീണമുണ്ടല്ലോ, ആ ക്ഷീണം മാറ്റാനായിട്ട് RSSൻ്റെ മഹൽ കാര്യത്തിൽ താമസിപ്പിച്ചു. അന്ന് എവിടെയോ ഇവർ തമ്മിലുള്ള മഞ്ഞുരുകി. ഗോൾവൾക്കർ മരിക്കുമ്പോൾ കവറിൽ എഴുതി വെച്ചു, എൻ്റെ അടുത്ത സർസംഘചാലക് ബാലാസാഹിബ് ദേവറസ് ആണ്. അദ്ദേഹം എഴുതി വെച്ചത്. അത്ഭുതപ്പെട്ടു പോയി ആൾക്കാർ. 10 വർഷം പിണങ്ങി മിണ്ടാതെ നിന്ന ആളിനെയാണ് ഇദ്ദേഹം അനുയായിയാക്കുന്നത്. അപ്പോൾ ഈ മാനേജിങ് ദ ഡിസെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി, ഞാനിത് മഹത്തായ ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു സംഘടനയുടെ മാനേജ്മെൻറ്റ്. ഡിസെൻറ്റ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനയിലുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ 110 അഭിപ്രായങ്ങൾ വഴക്ക് തരാം, ഗോവിന്ദൻ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ RSSലില്ല, ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാകും. മാനേജ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുണ്ട്. അതിൽ നിന്ന് അവരുടെ മറ്റ് ഉപസംഘടനകൾക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് അവരുടെ ഈ രാഷ്ട്രീയ രംഗത്തുള്ള പെർഫോമൻസിൻ്റെ ഒരു കാര്യം. ബിക്കോസ് അവർക്ക് ഡിസെൻറ്റ് മാനേജ് ചെയ്യാനറിയാം, റിബലുകളെ മാനേജ് ചെയ്യാനറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ റിബലുകളെ പുറത്താക്കിക്കൊണ്ടിരുന്നു. പുറത്താക്കി അവസാനം അകത്താരും ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറച്ചുകൂടെ ലിബറലായി കഴിഞ്ഞാൽ അവരുടെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കും.
തീർച്ചയായിട്ടും അതിനുവേണ്ടി പഴയ fight ചെയ്ത- സ്റ്റാലിനിസത്തിന്റെ ചട്ടക്കൂട്ടിൽ അതെ. ഇനി സോവിയറ്റ് യൂണിയനിൽ സാധിച്ചില്ല, പിന്നെയാണോ കേരളത്തിൽ? തീർച്ചയായിട്ടും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത പലരും ഉണ്ടായിരുന്നു സാർ. ഇപ്പോൾ കെ ദാമോദരനെ അറിയാലോ. കെ ദാമോദരൻ കേദാമോദരൻ ഇറങ്ങി പോകേണ്ടി വന്നു. അറിയാം, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ മാർസിസ്റ്റാണ് പക്ഷേ സ്റ്റാലിനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാണ്. പിന്നെ ആശാൻ ഉണ്ടായിരുന്നു, കെ വി സുരേന്ദ്രനാഥ്. CPI ആയ കാലത്ത് തന്നെ ഇതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഒരു കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ നിലപാട് ഡിസെൻറ്റ് നോട്ടായിട്ട് പറയാനും അത് പുറത്ത് പറയാനും ലേഖനം എഴുതാനും ഒക്കെയുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇപ്പോഴും അതൊരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അത് ആ ഒരു നിലവാരത്തിലേക്ക് വന്നാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുഷ്കലമായ അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും സാർ, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.